മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണം നടക്കുന്നുണ്ട്. പുതുപ്പള്ളിയിലെ കുർബാന ചടങ്ങ് പൂർത്തിയായി. വിവിധ നേതാക്കൾ കല്ലറയിൽ പ്രാർത്ഥന അർപ്പിക്കുകയാണ്. ഗോകുലുണ്ട് കോട്ടയത്ത് നിന്ന്. ഗോകുൽ, അവിടെ പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെ പൂർത്തിയായോ? സേതു, നിലവിൽ പള്ളിക്കുള്ളിലുള്ള ചടങ്ങുകൾ പൂർത്തിയായിരിക്കുകയാണ്. കുർബാന ചടങ്ങായിരുന്നു, അത് അല്പസമയം മുമ്പ് പൂർത്തിയായി. അതിനുശേഷം വിവിധ മത നേതാക്കളടക്കമുള്ള ആളുകൾ കല്ലറയിലെത്തി. കല്ലറയിലും ഒരു പ്രാർത്ഥന ചടങ്ങുണ്ടായിരുന്നു, അതും ഇപ്പോൾ പൂർത്തിയായിരിക്കുകയായിരുന്നു. പള്ളിക്കുള്ളിലെ കുർബാന ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചത് ഓർത്തഡോക്സ് സഭാധ്യക്ഷനായിട്ടുള്ള കാതോലിക്ക ബാവ തന്നെയായിരുന്നു. അതുകൂടാതെ വിവിധ മതത്തിലുള്ള നേതാക്കൾ, മത പുരോഹിതരടക്കം ഈ ചടങ്ങിൽ ഭാഗമാവുകയും ചെയ്തിട്ടുണ്ട്. കല്ലറയിലെ പ്രാർത്ഥന കൂടി കഴിഞ്ഞിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പൊതുസമ്മേളനം, ഈ ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടി ഈ പള്ളി അങ്കണത്തിൽ തന്നെ ആരംഭിക്കും. 9 മണിയോടുകൂടി രാഹുൽ ഗാന്ധി കുമരകത്ത് നിന്നും പുതുപ്പള്ളിയിലേക്ക് യാത്ര തിരിക്കുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 9:30 മണിയോടുകൂടി അദ്ദേഹവും രാഹുൽ ഗാന്ധിയും പുതുപ്പള്ളി പള്ളിയിൽ എത്തിച്ചേരും. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ രാഹുൽ ഗാന്ധി പുഷ്പം അർപ്പിക്കും. അതിനുശേഷമായിരിക്കും സ്മൃതി സംഗമ പരിപാടിയിലേക്ക് പങ്കെടുക്കാനായിട്ട് പോകുന്നുണ്ടാവുക. ഈ പള്ളി അങ്കണത്തിൽ ഞാൻ മടങ്ങിയെത്താം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ഈ കല്ലറയിലെ അനുസ്മരണ ചടങ്ങൊക്കെയാണ് അവിടെ നടക്കുന്നത്. പ്രാർത്ഥനാ ചടങ്ങുകളാണ് നടക്കുന്നത്. പള്ളിക്കുള്ളിലെ ചടങ്ങുകളൊക്കെ പൂർത്തിയായി എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കല്ലറയിലെ ചടങ്ങുകൾ നടക്കുകയാണ്. ഗോകുലെ, തുടരാം. സേതു, എന്തായാലും ഇനി അല്പസമയം കൂടി മാത്രമേ ബാക്കിയുള്ളൂ രാഹുൽ ഗാന്ധി എത്തുന്നതിനുമായിട്ട്. 9:30 രാഹുൽ ഗാന്ധി എത്തിച്ചേരും. അതിനുശേഷം അദ്ദേഹം ഇവിടെ പുഷ്പം അർപ്പിച്ചതിന് ശേഷം ആ പരിപാടിയിൽ പങ്കെടുക്കും. ഒപ്പം ഈ സ്മൃതി സംഗമ പരിപാടിയിൽ രാഹുൽ ഗാന്ധിയെ കൂടാതെ AICCയുടെ ജനറൽ സെക്രട്ടറിമാർ, അതോടൊപ്പം തന്നെ KPCCയുടെ ഭാരവാഹികൾ, അതോടൊപ്പം തന്നെ ബാക്കി സംസ്ഥാനത്തെ മറ്റ് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഈ ചടങ്ങിൽ ഭാഗമാവുകയും ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹ്യ രംഗങ്ങളിലെ വിവിധ നേതാക്കളടക്കം ആ ഒരു സ്മൃതി സംഗമ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഒപ്പം ഈ ഉമ്മൻചാണ്ടിയുടെ ദീർഘകാലമായിട്ടുള്ള സ്വപ്നമായിരുന്ന ഭവന പദ്ധതി, അത് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ എന്ന സംഘടന, അദ്ദേഹത്തിൻ്റെ മരണശേഷം രൂപീകരിച്ചിട്ടുള്ള ആ സംഘടനയുടെ നേതൃത്വത്തിൽ പൂർത്തീകരിച്ചിരിക്കുകയാണ്. 11ഓളം വീടുകളുടെ താക്കോൽദാന കർമ്മം ഇന്ന് ഈ പരിപാടിയിൽ നടക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഈ കേൾവി ശക്തി ഇല്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആസൂത്രണം ചെയ്തിരിക്കുന്ന പ്രത്യേക പദ്ധതിയായിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ പദ്ധതിയായിട്ടുള്ള ശ്രുതിതരംഗം പദ്ധതിയുടെ അതുമായി ബന്ധപ്പെട്ട ചില ചടങ്ങുകളും ഇന്നത്തെ പരിപാടിയുടെ ഭാഗമായിട്ട് നടക്കുമെന്ന് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അത്തരത്തിലൊരു സേവന പ്രവർത്തനങ്ങളുടെ ഒരു ഉദ്ഘാടന കർമ്മവും അതോടൊപ്പം തന്നെ ബാക്കി സാംസ്കാരിക പരിപാടികളുമൊക്കെ തന്നെ ഈ ഒരു സ്മൃതി സംഗമ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇവിടെ ക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നൊരു ദിവസം മുഴുവൻ നീളുന്ന രീതിയിലുള്ള പരിപാടികളും ചടങ്ങുകളുമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഒപ്പം ഈ പരിപാടിയിലേക്ക് ഭാഗമാകുന്നതിന് വേണ്ടിയിട്ട് ധാരാളമായിട്ട് സാധാരണക്കാരുടെ അടക്കം ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഒപ്പം ഈ കല്ലറയുടെ ഭാഗത്ത് ഇപ്പോൾ ക്രമീകരണങ്ങൾ വരുത്തിയിട്ടുണ്ട് സുരക്ഷയുടെ ഭാഗമായിട്ട്. കാരണം രാഹുൽ ഗാന്ധിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് അതീവ സുരക്ഷാ ക്രമീകരണത്തിൽ തന്നെയാണ് ഈ ഭാഗങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ കല്ലറയുടെ ഭാഗത്തേക്ക് ഇപ്പോൾ സാധാരണ ആളുകളെ കടത്തി വിടുന്നിട്ടില്ല. ഒപ്പം പോലീസിൻ്റെ വലിയ സുരക്ഷയുണ്ട്. ഒപ്പം ഇവിടെ നിർദ്ദേശിച്ചിട്ടുള്ള വോളണ്ടിയേഴ്സിന് മാത്രമാണ് നിൽക്കാനായിട്ട് അനുമതി ഉള്ളത്. താഴെ ആ പൊതുപരിപാടിയിൽ സാധാരണ ആളുകൾക്ക് ഇപ്പോൾ പങ്കെടുക്കാം. പള്ളിയിലെ ചടങ്ങുകൾ പൂർത്തിയാക്കി എല്ലാവരെയും അങ്ങോട്ടേക്ക് ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും 10 മണിയോടുകൂടി പൊതുപരിപാടി ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ആ സമയത്തേക്ക് രാഹുൽ ഗാന്ധിയും എത്തിച്ചേരും. അതിനുശേഷം ഈ പരിപാടിക്ക് ശേഷം 12 മണിയോടുകൂടി രാഹുൽ ഗാന്ധി റോഡ് മാർഗം തന്നെ തിരുവനന്തപുരത്തേക്ക് പോകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ, കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കളടക്കം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ കുടുംബമടക്കം ഇവിടെ രാവിലെ മുതൽ തന്നെ പ്രാർത്ഥനാ ചടങ്ങുകളിലൊക്കെ ഭാഗമായിക്കൊണ്ടിരിക്കുകയുമാണ്. ഓക്കെ ഗോകുൽ, ശരി. അപ്പോൾ ഉമ്മൻചാണ്ടി അനുസ്മരണം നടക്കുകയാണ്. കല്ലറയിലെ പ്രാർത്ഥനകളാണ് അവിടെ നടക്കുന്നത്. നേതാക്കളൊക്കെ അവിടെയുണ്ട്. രാഹുൽ ഗാന്ധിയും അല്പസമയത്തിനകം അവിടേക്ക് എത്തിച്ചേരും. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗോകുൽ രമേശ്.